സിനിമയെ കുറിച്ച് വന്ന ഒരു ജേർണി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം 2 വർഷം മുമ്പാണ് ഇതിന്റെ ഒരു ആദ്യമായിട്ട് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇതിന്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത്, ബുക്ക് വായിക്കാൻ തരുന്നത്. അപ്പോ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനി ചെയ്യുന്നില്ല, അഭിനയിക്കും, ഇത്തിരി ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ എന്നാലും ബുക്കൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടു തരുന്നത്. അപ്പൊ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി. അതില് അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേ കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയായിരുന്നു. അപ്പൊ അതെന്തായാലും അജേഷ് അപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ പോലും ഡയറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ. അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷായിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാടാ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുപോലെ ആ ഒരു ലൈൻ. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ 2 ഇതില് ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ, പിന്നെ അരുൺ അനിരുദ്ധൻ, മിന്നൽ മുരളിയുടെ ഒക്കെ കോ റൈറ്റർ, ഇവരും ആ സമയത്ത് എന്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ എഴുത്തില് ഉള്ള സമയമായിരുന്നു. അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പൊ അവരും ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാ, ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും. എന്നിട്ട് അവർ പറയും ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല, ചേട്ടനത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് സംഭവിച്ചു. പിന്നീട് ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ തന്നെ കോ-റൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി. അപ്പൊ ജസ്റ്റിനും ജോലിനും കൂടെ ഇതിന്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി. പിന്നെ അപ്പോൾ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസ് ആണ്. അപ്പൊ അജിത് ഏട്ടനും മറ്റൊരു അജേഷാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ കൂട്ടായ്മയാണ്. അപ്പൊ അദ്ദേഹവും മുമ്പ് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുവിധപ്പെട്ട ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഹിറ്റ് അടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിക്ക് അജിത്താടാ അജിത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പൊ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും, അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാര് ഉള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ഇതിന്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയാ, അതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിന്റെ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ്. അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായകന് എഴുത്തുകാരന് കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ട് നന്നായിട്ട്. അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ്, കൊല്ലത്തുള്ള ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിലെ ഇപ്പൊ സാനു ചേട്ടൻ ഇതിന്റെ സിനിമാറ്റോഗ്രാഫറാണ്. സാനു ചേട്ടനാണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു. രാത്രിയും പകലൊക്കെ ഷൂട്ടാണ്, എല്ലാ ദിവസവും ഷൂട്ട്, എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചേറൊക്കെ നിന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു 7-8 ദിവസം അതിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നും ഇല്ലാതെ ഇതിന്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിലേക്കാണ് ഇതിന്റെയൊക്കെ 1 month തിയേറ്ററിൽ OTT ഇറങ്ങിയതിനു ശേഷം
ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തു. അതായത് ഈ പറയുന്ന റിവ്യൂസ്, എല്ലാ സ്ഥലത്തു നിന്നും റിവ്യൂസ്, നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിന്റെ റീലുകൾ, ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നുണ്ട്. ഇത് ഹാവ് യു സീൻ ദിസ് എന്നൊക്കെ ചോദിച്ചു. ഞാനത് എപ്പോഴേ കണ്ടു. അപ്പോ ഇത് ഭയങ്കര റിലേറ്റബിൾ ആണല്ലോ. ഇത് ഇവഞ്ച്വലി ഇത് ഒരു ഗോൾഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അജേഷിന്റെ ക്യാരക്ടർ, അജേഷിന്റെ ഫൈറ്റ്, അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മെജോറിറ്റിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റല്ലേ ഒരു ക്യാരക്ടറാണ്. അതല്ല അങ്ങനെ പറഞ്ഞു, ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അജേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ OTT കണ്ടു കഴിഞ്ഞപ്പോഴും അജേഷ് കൂടെ അങ്ങ് പോകുന്നു. അപ്പൊ അത് ഇപ്പൊ ഏതോ ഒരു കമ്പനി ആ സമയത്ത് ആരോ എനിക്ക് അയച്ചു തന്നതാണ്. ആ കമ്പനി അവരുടെ എംപ്ലോയീസിന് എല്ലാവരെയും കൂടെ ഒരു ബൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് ആ കമ്പനി അവരെ മൊത്തം ഈ സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. കാരണം അത് അവർക്കൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം. അത് ഫൈറ്റ് ചെയ്യുക, സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണത്. അപ്പൊ അതില് ഒരു ഹീറോയിസം ഉണ്ട്, അതിലൊരു എന്താ പറയുക, ഒരു മാസം ഉണ്ട് ഈ പറയുന്ന പല റിവ്യൂസിലും അതൊക്കെ വായിച്ചായിരുന്നു. അത് ശരിക്കും മാസ് അജേഷിന്റെ ക്യാരക്ടറാണ്. അജേഷാണ് ഈ പറയുന്ന വലിയ മസിലോ ശരീരമോ ഒന്നുമല്ല, ഈ മനസ്സിലാണ് ശരിക്കുള്ള മാസ് എന്ന് പലരെയും തോന്നിപ്പിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ OTT ഇറങ്ങിയതിനു ശേഷം ഈ സിനിമ ശരിക്കും ഡിസേർവ് ചെയ്ത ആൾക്കാരിൽ എത്തിയെന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇവിടെ ഓൾറെഡി പേസിൽ കുറെ നേരം നിന്ന് കുറെ സമയം എടുത്ത് ഈ സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. ഇന്ദുബാബു ചേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടൻ ആയിക്കോട്ടെ, എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. അപ്പൊ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു അവസരം, ഈ ഒരു സിനിമയില് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിഷേട്ടൻ, ഇന്ദുബാബു ചേട്ടൻ, എൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ കുറെ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീം അംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. താങ്ക് യു. ഞാൻ ആവേശം റിലീസായിട്ടില്ല, അതിനുശേഷം ചെയ്ത സിനിമയാണ്. അപ്പൊ അതിൽ ഹ്യൂമറാണ്, അതിലൊരു സീരിയസ് പരിപാടിയാണ്. അത്രയും ഇതുള്ളൂ. വളരെ സന്തോഷമുണ്ട് വേദിയിൽ നിൽക്കാൻ പറ്റിയത്. ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാവുകയും ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമല്ല. അപ്പൊ അതിന്റെ ഭാഗം പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് മരിയാനോ. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജ്യോതിഷേട്ടന് നന്ദി, ഇന്ദുബാബു ചേട്ടന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ, ആനന്ദ് മൻമഥൻ, ലിജോ മോൾ, അവർക്കൊക്കെ നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പൊന്മാൻ എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട്, അതിൻ്റെ ഒരു ഐഡിയോളജി അന്ന് മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവായ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അത് വലുതാണ്. മലയാള സിനിമയിൽ ഏത് നടന്റെ ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജോയിഷ് മാറിയതിൽ സന്തോഷം. അത് എല്ലാവരും പറഞ്ഞു തരുന്നത് തന്നെ ഒരു സിനിമ ഉണ്ടാക്കാനും, സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ഒരു പ്രൊജക്ട് ഉണ്ടാക്കുമായിരിക്കും, എന്തു ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ. പക്ഷെ അത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ്. അത് വലിയ ഡയറക്ടേഴ്സിന്റെ പട്ടികയിൽ പലൻ സാറാണ് അതിനു മുമ്പ് പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. വലിയ ലെവലിലേക്ക് ജ്യോതിഷിന്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പെർഫോമൻസുകളെല്ലാം ബേസിൽ സജിൻ, ലിജോ, ദീപക്, ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നെ ചേട്ടൻ, ഇന്ദു ചേട്ടന്റെ കഥാപാത്രങ്ങൾ എന്താ പറയാ, അങ്ങനെ ഒരു പല വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള പല വേഷങ്ങളുണ്ട്. അത് ഒരു ആഗ്രഹം ഈ അജീഷിന്റെ കണ്ടപ്പോൾ പോലും അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള എഴുത്തായിരുന്നു രണ്ടുപേരും എഴുതിയത്. ആ സിനിമയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകനാണ്, അത് തിരിച്ചറിവാണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത അജിത്തേട്ടൻ, അത് വളരെ അടുത്തൊരു സുഹൃത്താണ് അജിത്തേട്ടൻ, ടീം അജിത് വിനായക് ഫിലിംസ് ടീംസ് എല്ലാവരും. സന്തോഷം എന്നെ വിളിച്ചതിലും
ഇവിടെ വരാൻ പറ്റിയല്ലോ. താങ്ക് യു. സത്യത്തില് വളരെ ചെറിയ വേഷമെന്നാണ് ഞാൻ ഈ സിനിമയിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പടം തിയേറ്ററിൽ ഇറങ്ങി OTT റിലീസായി ആൾക്കാർ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പൊന്മാൻ കണ്ടു, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് ക്യാരക്ടർ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ക്യാരക്ടറാണ്. പിന്നെ അതുമല്ല ചില ഷോട്ടൊക്കെ എടുത്തു അവസാനം ആ കർത്താവിന്റെ നോട്ടം ഭയങ്കര രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തില് ഭയങ്കര നല്ല സിനിമയാണെങ്കിൽ ഒരു ഷോട്ട് മതി ആൾക്കാർ തിരിച്ചറിയാനെന്നുള്ളത് ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി തന്നു. ശരിക്കും ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ച ഒരു സിനിമയാണ് ജോഷേട്ടൻ്റെ അടുത്ത്. കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു, കുറച്ച് കുഴപ്പമില്ലാത്ത പൈസയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പൈസ തരുമോ എന്നുള്ള ഡൗട്ടായി. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ച ചിലപ്പോൾ പൈസ തരൂല്ല എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി. പിന്നെ ഇപ്പൊ എന്റെ കല്യാണത്തിന് തൊട്ട് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ കല്യാണത്തിന് കുറച്ച് പൈസ വേണം. അതിനു മുന്നേക്കെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും, പണം വരുമ്പം ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ കല്യാണം എടുത്തപ്പം പണമില്ല, പൈസയും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറെ സിനിമാക്കാരൊക്കെ വിളിച്ചു, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. കാരണം ആവശ്യമാണ് നമ്മളെ ചോദിപ്പിക്കാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ ജോഷേട്ടൻ്റെ അടുത്ത് വിളിച്ചു. അപ്പൊ ജോഷേട്ടൻ പറഞ്ഞത് ഓൾറെഡി ആയി, കൊല്ലത്തുള്ള കുറെ പുതിയ ആൾക്കാരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ബേസിലുണ്ടെന്ന് എനിക്കറിയാം, സച്ചിനുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഒരു പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ച് ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഞാൻ കുറച്ച് മുടി വളർത്തി വെക്കുന്ന സമയമായിരുന്നു. ഒരു പണിയില്ലാണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വളരുന്ന മുടി, അപ്പൊ അങ്ങനെ വളർന്ന് അപ്പൊ അത് അയച്ചു കൊടുത്തപ്പോ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും കർത്താവിന് കുറച്ച് മുടിയുണ്ട്, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി കഴിഞ്ഞപ്പോ ഈ മുടിന്റെ മുകളിൽ വലിയൊരു മുടി വേറെ വെച്ചു വന്നു. അപ്പൊ പിന്നെ സാനിച്ചേട്ടൻ കണ്ടിട്ടുണ്ട് ഇത് എന്താ കോലെന്നൊക്കെ ചോദിച്ചു. അവസാനം സാനിച്ചേട്ടൻ ഇരുന്ന് കേളിയിപ്പിച്ചു. അങ്ങനെയാണ് കർത്താവായിട്ട് അഭിനയിച്ചത്. പക്ഷെ സന്തോഷമുണ്ട്, ആ സിനിമ ഭയങ്കര സക്സസ് ആയി, ആൾക്കാർ തിരിച്ചറിയുന്നു. ആ സിനിമ കാരണം കുറച്ച് സിനിമകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും സിനിമകൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും. ഇനി ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. നമസ്കാരം. ഞാൻ കുറച്ച് ആൾക്കാരോട് ഇറക്കിയിട്ടുണ്ട് കൈയടിക്കാൻ വേണ്ടി. എന്തായാലും സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയില് ഒരു സക്സസ് മീറ്റിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഒരു ബലകം വായിക്കാൻ വന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പിന്നെ സംസാരിക്കാനൊന്നും അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ ബുക്ക് കോവിഡ് സമയത്ത് ആ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും വായിച്ചിട്ട് നമ്മള് ഒരു ആക്ടറാണല്ലോ, അപ്പൊ നമ്മൾ സ്വപ്നം കാണല്ലോ ഏത് ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ഉള്ളു. അങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബ്രൂണോ. അത് എന്നിലേക്ക് എന്നെ എത്തി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബേസിൽ ബ്രൂണോട് അഭിനയിക്കാൻ പറ്റി. എൻ്റെ ആദ്യത്തെ ബ്രേക്ക് ജയ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്രേക്ക് വന്നത് അതുപോലെ തന്നെ ബേസിൽ ബ്രൂണോയുടെ പടമായിരുന്നു പൊന്മാൻ. ജ്യോതിഷേട്ടൻ്റെ കൂടെയും പേരെടുത്ത് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തുള്ള ഒരു ഹൈ കിട്ടിയ മൂമെന്റ് എന്ന് പറയുന്നത് ഞാൻ സാനിച്ചേട്ടനെ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഹൈ. സാനിച്ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഇതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഞാൻ സാനിച്ചേട്ടനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഹൈ കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിയോട് വർക്ക് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. സച്ചിനായാലും ലിജോ ആയാലും ദീപക്കായാലും സന്ധി ചേച്ചി ആയാലും എല്ലാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര മൊമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര മെമ്മറിയുള്ള ഒരു സിനിമയാണ്. ബാക്കി എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.